ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ചക്കക്കുരു വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു തോരനാണ്. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ചക്കക്കുരു ഇരിപ്പുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് തോരൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്യാനാണ് കുറച്ച് പണി. അധികം മൂക്കാത്ത കുരു ആണെങ്കിൽ നമുക്ക് വേഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അതൊരു പാനിലേക്കിട്ട് അല്പം ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ചക്കക്കുരു തൊലി കളഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ആ വൈറ്റ് കളറുള്ള തൊലി മാത്രം കളഞ്ഞാൽ മതി. ബ്രൗൺ കളറുള്ളത് തൊലി കളയണ്ട. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കുറച്ചായിട്ട് ചേർത്തിട്ടുണ്ട്. മൊത്തമായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കണക്കാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. വെള്ളം കൂടി പോകാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു വറവ് ചേർക്കാനുണ്ട്. അതിനായിട്ടൊരു പാനിൽ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഒരു 10 ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും ചേർക്കാം. ഇതൊന്ന് മുരിഞ്ഞ് വരുന്ന സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നേരത്തെ വേവിച്ച് വെച്ച ചക്കക്കുരുവിലേക്ക് ഇതോടെ ചേർത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇനി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മിക്സാക്കി എടുത്താൽ മാത്രം മതി. നല്ല ചൂടോടുകൂടി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഉപ്പേരിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.